നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആധുനിക സാഹചര്യത്തിൽ യുദ്ധരീതിയും ഓരോ സൈന്യവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഭീഷണികൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. പുതിയ യുദ്ധ സാഹചര്യമൊക്കെ തന്നെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ്. ഇനിയും നാം ഒരുപാട് ഭീഷണികളെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് മിന്നൽ വേഗത്തിൽ ശത്രുവിൻ്റെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഇന്ത്യ പുതിയൊരു ബറ്റാലിയനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആർക്കും തന്നെ തടുക്കാൻ കഴിയാത്ത ഏതിരുമ്പ് കോട്ടയും ഭേദിക്കുന്ന ഭൈരവ് ബറ്റാലിയൻ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന റാലിക്ക് പിന്നാലെ ഏവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾ ഏറെ സങ്കീർണമായിരിക്കുന്നു. നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് കടന്നു പോകുന്നു എന്ന സംശയം ഉടലെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ രൂപം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പരമ്പരാഗത സൈനിക വിന്യാസങ്ങൾക്കപ്പുറത്തേക്ക് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാനും ചടുല സേനകളുടെ ആവശ്യകത പൂർത്തീകരിക്കാനും വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്ത്യൻ ആർമി നടത്തുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ ഭൈരവ് ബറ്റാലിയൻ എന്ന പുതിയ ലൈറ്റ് കമാൻഡോ യൂണിറ്റിനെ അവതരിപ്പിക്കുന്നത്. വളരെ വേഗത്തിലുള്ള ചലനശേഷി, സാങ്കേതിക ആധിപത്യം ഉറപ്പിക്കുക, കൃത്യതയാർന്നിട്ടുള്ള ആക്രമണശേഷി, ഇതിനെയൊക്കെ തന്നെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ന് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട്, ഹൈബ്രിഡ് രീതികൾക്കനുസരിച്ചുകൊണ്ട് പരിമിതമായ സംഘർഷങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ ഒരു നേതൃസ്ഥാനം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ മാറ്റിയെടുക്കുന്നത്. ഭൈരവ് ബറ്റാലിയൻ എന്തിനു വേണ്ടി എന്ന് ചോദിക്കാം. അതിൻ്റെ ആശയമെന്ത്? സാധാരണ ഇൻഫൻട്രി യൂണിറ്റുകളും അത്യന്തം പ്രത്യേകതയുള്ള സ്പെഷ്യൽ ഫോഴ്സുകളും തമ്മിലുള്ള പ്രവർത്തന വിടവ് നികത്തണം. അതായത് എല്ലാ സേനകളും ഒരുപോലെ, എല്ലാ സേനകളുടെയും ഒരു രൂപം എന്ന രീതിയിലേക്ക് ചെറിയ ദൗത്യങ്ങൾക്കും പ്രത്യേക സേനയെ വിന്യസിക്കുന്നത് തന്ത്രപരമായ ഉചിതമല്ല, ഔചിത്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു യൂണിറ്റിനെ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വിന്യസിക്കാൻ, വളരെ എളുപ്പത്തിൽ അവർക്ക് കമാൻഡ് നൽകാൻ, സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന, തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയുന്ന, ആവശ്യമുള്ളിടത്ത് ഉയർന്ന തീവ്രതയിൽ തന്നെ അടികൊടുക്കാൻ കഴിയുന്ന ഒരു മിഡിൽ ലെയർ പോരാട്ട ശക്തിയായി തന്നെയാണ് ഭൈരവ് ബറ്റാലിയൻ ഇനി പ്രവർത്തിക്കുക. നിരീക്ഷണം, ലക്ഷ്യമിട്ട റെയ്ഡുകൾ, അതിർത്തി മേഖലയിലെ അടിയന്തര ദൗത്യങ്ങൾ, ഇതിലൊക്കെ കമാൻഡർമാർക്ക് വലിയ സ്വാതന്ത്ര്യം നൽകി തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അവർക്ക് സ്വന്തമായി തീരുമാനമെടുത്തുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടുകൊണ്ട് ശത്രുവിന് കനത്ത പ്രഹരം നൽകാനായി സാധിക്കും. പരിശീലനത്തിൻ്റെ കാര്യത്തിലാകട്ടെ ഒട്ടും പിന്നിലേക്കല്ല ഭൈരവ് ബറ്റാലിയൻ. സൈന്യത്തിലെ തന്നെ ഏറ്റവും കഠിനമായ മാനദണ്ഡങ്ങളിലൊന്നു തന്നെയാണ് അവർ ഇപ്പോഴും പിന്തുടരുന്നത്. ഓരോ ബറ്റാലിയനിലും സൈന്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏകദേശം 250ഓളം സൈനികർ ഉൾപ്പെടുന്നു. അവർക്ക് കൊടുക്കുന്ന പരിശീലനമാകട്ടെ ശാരീരിക ശക്തിയിലോ ആയുധം കൈകാര്യം ചെയ്യലോ മാത്രമായി ഒതുങ്ങുന്നതല്ല. ഏറ്റവും ഉയർന്ന സഹിഷ്ണുത, ദീർഘകാല പ്രവർത്തന ശേഷി, ക്ലോസ് ക്വാർട്ടർ പോരാട്ടം, മലനിരകൾ, കാടുകൾ, മരുഭൂമികൾ, നഗരപ്രദേശങ്ങൾ, അങ്ങനെ ഏത് ടെറൈനിലും അവർക്ക് ആക്രമിക്കാൻ കഴിയുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ തന്നെയാണ് പരിശീലനം നൽകി പോരുന്നത്. അങ്ങനെയുള്ളൊരു കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്നതാണ് പരിശീലനത്തിൻ്റെ ആദ്യഘട്ടം. ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പോലും ചെറു സംഘങ്ങളായി ചെന്ന് ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് തിരികെ എത്താൻ ഇവർക്ക് കഴിയും. അങ്ങനെയാണ് സൈനികരെ സജ്ജീകരിക്കുന്നത്. സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും അവർ ഒട്ടും പിന്നിലേക്കല്ല. കാരണം ഭൈരവ് ബറ്റാലിയനെ വേറിട്ടതാക്കി മാറ്റുന്നത്, പരമ്പരാഗത യൂണിറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കി മാറ്റുന്ന ഒരു ഘടകം തന്നെ അതുതന്നെയാണ്. അവരുടെ കൈവശമുള്ളത് ആധുനിക അസോൾട്ട് റൈഫിളുകൾ, നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണവും റിയൽ ടൈം ഇൻ്റലിജൻസ് പങ്കുവയ്പും ഒക്കെ തന്നെ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. കൗണ്ടർ ഡ്രോൺ നടപടികളിലും കാര്യമായ കൃത്യമായ ഫയർ പവറിലും ഒക്കെ നൽകുന്ന ആ ഒരു ശ്രദ്ധ, സാങ്കേതിക വിദ്യാധിഷ്ഠിതമായിട്ടുള്ള ഹൈബ്രിഡ് യുദ്ധ സാഹചര്യങ്ങളിൽ ഭൈരവ് യൂണിറ്റുകൾ ഫലപ്രദമായി തന്നെ ഇടപെടും. മനുഷ്യരാശിയുടെ ശക്തിയും ടെക്നോളജിയും സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് ആധുനിക യുദ്ധത്തിന് എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നോ അതൊക്കെ തന്നെ സജ്ജീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇത് മാത്രമല്ല, വിന്യാസത്തിൻ്റെ കാര്യത്തിലാകട്ടെ ഭൈരവ് ബറ്റാലിയനുകൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അതിനിർണായകമായിട്ടുള്ള ഒരു സൂചകമായി തന്നെ മാറും. അതിർത്തി മേഖലകൾക്കും സെൻസിറ്റീവ് ഓപ്പറേഷണൽ സോണുകൾക്കും തൊട്ടടുത്തായി ഇവർ വിന്യസിക്കപ്പെടും. യൂണിറ്റിൻ്റെ ഒതുക്കമുള്ളൊരു ഘടന, ഉയർന്ന പ്രവർത്തനക്ഷമത, അടിയന്തരാവസ്ഥകളൊക്കെ തന്നെ കൃത്യമായി ഇടപെടാൻ കഴിയുന്ന, അതിർത്തി സംഘർഷങ്ങളായിക്കോട്ടെ,
ചെറുതും വലുതുമായിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായിക്കോട്ടെ, ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കും ഇവയെ ആശ്രയിക്കാനായി നമുക്ക് സാധിക്കും. ഇന്ത്യയുടെ മുൻനിര പോരാളികളായി ഇനി ഭൈരവിനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു തന്ത്രപരമായ നീക്കം. 2026 റിപ്പബ്ലിക് ദിന പരേഡിലാണ് ഭൈരവ് ബറ്റാലിയനെ ഏവരും ശ്രദ്ധിച്ചത്. അവരുടെ ആദ്യത്തെ പരസ്യ അരങ്ങേറ്റമായതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന നിമിഷമായി അതിനെ പലരും വിലയിരുത്തി. പരമ്പരാഗത സജ്ജീകരണങ്ങളിൽ നിന്നും മാറി ആധുനിക യുദ്ധ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ഏത് ഘട്ടത്തിലേക്കും പരിണാമപ്പെടാൻ കഴിയുന്ന രീതിയിൽ പോരാട്ട യൂണിറ്റുകളായി ഇവർ മാറി എന്നുള്ളതാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വെറുമൊരു യൂണിറ്റായിട്ടല്ല, സൈന്യത്തിൻ്റെ തന്നെ കരുത്തായിട്ടാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്.